ദ ഹോളിസ്റ്റിക് ഡിവൈൻ വേൾഡ് വിഷൻ. ഇതാണ് സ്വാംശീകരിച്ച് ആസ്വദിച്ച് അസിമിലേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഹോളിസ്റ്റിക് ഡിവൈൻ വേൾഡ് വിഷൻ. ഒരു ശ്രദ്ധേയമായ ഉദ്ധരണി വായിക്കാനിടയായത്, മാൻ ഈസ് നോട്ട് പണിഷ്ഡ് ഫോർ ഹിസ് സിൻസ്. I repeat, man is not punished for his sins, but he is punished by his sins. He is punished by his sins. പാപങ്ങൾക്ക് ശിക്ഷ അങ്ങനെയല്ല എന്ന് പറയും. പാപങ്ങളാൽ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. Sin is a self-insulting act. Sin, what is a sin? Sin is a self-insulting act where you insult yourself, where you fail to understand the depth and the vastness of the self. There you commit a sin. അവനവൻ്റെ സ്വാത്മവൈഭവത്തെ അറിയാതിരിക്കുന്നത്, അനാദരിക്കുന്നത്, അവഗണിക്കുന്നത് ഒക്കെയാണ് പാപം. ഞാൻ കേവലം ശരീരേന്ദ്രിയ മനോബുദ്ധി പരിമിതനാണ് എന്ന് വിചാരിക്കുന്നത് പാപമാണ്. അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ അഭിമാനങ്ങളും, എന്തെങ്കിലുമൊക്കെ കുറച്ച് നേടിയെടുത്തു വെച്ചിട്ട് ഇതൊക്കെയുണ്ട് എന്ന് അഭിമാനിക്കുന്നത് പാപമാണ്. ബിക്കോസ് there you insult yourself. നാം വാസ്തവത്തിൽ നമ്മെ അപമാനിക്കുകയാണ്. ഇതിനെ സിന്നാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ the complete understanding of the depth and the vastness of the self, ആത്മവൈഭവത്തിൻ്റെ അതിരറ്റ ആനന്ദത്തെയും മഹത്വത്തെയും ഒക്കെ മനസ്സിലാക്കുന്നതാണ് പാപമുക്തി. അറിവുകൊണ്ട് മുക്തി എന്നർത്ഥം. വീണ്ടും ഭഗവാൻ, ഇതഃ ച അഹം മഹേശ്വരഃ ലോകാനാം. ഭഗവാൻ പറയുകയാണ്, ഞാൻ ലോകമഹേശ്വരനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്? ലോകം എന്ന് പറയുന്നത് ബാഹ്യ പ്രകടിത സ്ഥൂല വസ്തുജാലമുണ്ട്. അവയ്ക്കാകട്ടെ നിരന്തര പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്ന ഒരു വസ്തുത ഇതാണ്. എല്ലാ വസ്തുജാലവും അത് സ്ഥായിയായ ഭാവത്തിൽ അങ്ങനെ ഇരിക്കില്ല. പിന്നെയോ ചേഞ്ച് ഈസ് എ ചേഞ്ചസ് ലോ ആസ് ഫാർ ആസ് ദിസ് യൂണിവേഴ്സ് ഈസ് കൺസേൺഡ് എന്ന് പറയും. മാറുക എന്നുള്ളതാണ് മാറ്റമില്ലാത്ത ഒരു നിയമം. അതുകൊണ്ട് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തെ നമുക്ക് പരിണതി എന്ന് പറയാം. Time to time modifications happen. നിരന്തര മാറ്റം. ഇതിനപ്പുറത്ത് ഇന്ദ്രിയ മനോബുദ്ധി തലങ്ങളിലാവട്ടെ ഭാവാന്തരമാണ്. വിവിധ ഭാവങ്ങൾ, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ്, വേരിയസ് അണ്ടർസ്റ്റാൻഡിങ്സ്, various type of knowledge. ഭഗവാൻ ഇവിടെ മഹേശ്വരനാണ് എന്ന പ്രസ്താവനയ്ക്ക് ഉറപ്പ് നൽകാൻ വേണ്ടി നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഭാവാന്തരങ്ങളെ, വിവിധ വികാരങ്ങളെ, വിചാരങ്ങളെ പരിഗണിച്ച് അതൊക്കെ ഞാനാണ് എന്ന് അവകാശപ്പെടുകയാണ്. എങ്ങനെയാണ് അതൊക്കെ ഭഗവാനാകുന്നത്? നോട്ട് ഡയറക്റ്റ്ലി. ഡയറക്റ്റ്ലി ഇൻ ദി സെൻസ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭഗവാൻ ഞാൻ ദേഷ്യമാണ് എന്ന് അവകാശപ്പെടുന്നു എന്ന് വിചാരിക്കുക. അതിനർത്ഥം ഭഗവാനിൽ ദേഷ്യമുണ്ട് എന്നല്ല. പിന്നെയോ ഈ ഒരു ദേഷ്യമെന്ന വികാര പരിണതി അതെങ്ങനെ സംഭവിച്ചു? ഭഗവാന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ
ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അതാണ് അർത്ഥം. സർവേശ്വരൻ്റെ അധ്യക്ഷതയില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ അവകാശപ്പെടുന്നു, ഒരു 20 വിചാരങ്ങളെയാണ് 2 ശ്ലോകങ്ങളിലായിട്ട് പ്രതിപാദിക്കാൻ പോകുന്നത്. ഭഗവാൻ അവകാശപ്പെടുന്നു, അതൊക്കെ തന്നെ മത്ത ഏവ, എന്നിൽ നിന്ന് സംഭവിച്ചതാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആയിക്കൊണ്ട്, ഹാർഡ്വെയർ ഓഫ് കോഴ്സ് അതും ഭഗവാൻ തന്നെയാണ്. സ്ഥൂല പ്രകടനങ്ങളൊക്കെ സൂക്ഷ്മതലത്തിൽ നിന്ന് ആവിർഭൂതമായി വന്നതാണ്. അത് ഭഗവാനാണ്. സോഫ്റ്റ്വെയറായിട്ടും ഭഗവാൻ തന്നെ സംഭവിച്ചിരിക്കുന്നു. അതിലൂടെയാണ് ഭഗവാൻ മഹേശ്വരനാകുന്നത്. സ്ഥൂല പരിണതികൾ, സ്ഥൂലമായിട്ടുള്ള മോഡിഫിക്കേഷൻസൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക? ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്കാവട്ടെ ഉണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു തോന്നൽ വന്നു, എനിക്ക് ഒരു കാർ ഷെഡ് വിപുലമായിട്ട് പണിയണം. ആ ഒരു തോട്ട് വന്നത് പിന്നീട് കാർ ഷെഡ് എന്ന സ്ഥൂല പരിണതിക്ക് കാരണമാവും. ചോദ്യം ഇതാണ്, ഉണ്ടോണ്ടിരിക്കുന്ന മിസ്റ്റർ നായർക്ക് എങ്ങനെയാണ് ഒരു തോന്നൽ വന്നത്? ഭഗവാൻ അവകാശപ്പെടുന്നു, ആ നായരില്ലേ കാർ ഷെഡ് വേണമെന്ന് ആലോചിച്ചില്ലേ? ബിക്കോസ് ഓഫ് മീ ഓൺലി. എൻ്റെ ഒരു ചൈതന്യ പ്രഭാവത്തിലാണ് അങ്ങനെ ഒരു ചിന്താമുകുളം, ചിന്താതരംഗം സംഭവിച്ചത്. ഹെൻസ് ആ കാർ ഷെഡിൻ്റെ പരിണതിയിൽ, സ്ഥൂലമായ കാർ ഷെഡ് നിർമ്മാണം എന്ന സംഭവത്തിൽ ഞാൻ മഹേശ്വരനാണ്. ഇവിടെ 20 ചിന്തകളെക്കുറിച്ച്, വികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളൂ. അതിനർത്ഥം അതുമാത്രമേ ഉള്ളൂ എന്നല്ല, ഇറ്റ് ഈസ് എൻഡ്ലെസ്. പക്ഷേ ഭഗവാൻ എന്താണ് സ്റ്റേറ്റ് ചെയ്യാനുള്ളത്, ഭഗവാൻ എന്താണ് സമർത്ഥിക്കാനുള്ളത്? ഞാൻ സർവലോക മഹേശ്വരനാണ് എന്നതാണ് സമർത്ഥിക്കാനുള്ളത്. അതിനുള്ള ഒരു കാഴ്ച ഭഗവാൻ നൽകുന്നു. ഇത് വ്യക്തിപരമായ സാധനയുമായി ബന്ധപ്പെട്ട് let us just observe our emotions, feelings and understandings. അതുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് സങ്കടപ്പെടുന്നതിന് പകരം let us also appreciate his presidentialship behind.